Xylem Learning 6th സ്റ്റാൻഡേർഡിലുള്ള മുഴുവൻ മക്കൾക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോർട്ടിംഗ് മെറ്റീരിയൽ ഇൻ ടു ഗ്രൂപ്പ്സ്. അങ്ങനെ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അല്ലെ? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ആ ചാപ്റ്ററിലെ അതിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്, അതിലും രസകരമായിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് മിസ് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. മിസ്സിനെ പരിചയപ്പെടുത്താം. മിസ്സിന്റെ പേര് അഖില എന്നാണ്. അഖില മിസ് ആണ്. ഇനി മുതൽ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ടീമിൽ ഒരാളായിട്ട് മിസ്സും ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ എങ്ങനെയാ, എന്റെ മക്കള് സെറ്റ് ആണോ? എന്റെ മക്കള് സെറ്റ് ആണെങ്കിൽ നമ്മൾ നേരെ ചാപ്റ്ററിന്റെ അകത്തുള്ള ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ടോപ്പിക് ഇതാണ്. എന്താ മക്കളെ? ട്രാൻസ്പെറൻസി അല്ലെ? ട്രാൻസ്പെറൻസി. നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവാം? ചിലപ്പോൾ സ്കൂളിലൊക്കെ ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവാം. ഓൾറെഡി നിങ്ങൾക്ക് കേട്ട് പരിചയം ഉണ്ടാവാം. ചിലപ്പോൾ എന്തായിരിക്കാം, ആദ്യമായിട്ടായിരിക്കാം കേൾക്കുന്നുണ്ടാവുക അല്ലെ? ഇതൊന്നും ഇവിടെ വിഷയമല്ല. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടേക്കുക. അത് മുഴുവനായിട്ട് നിങ്ങൾ കാണുക. കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ എന്ത് ചെയ്യില്ല, മറക്കില്ല. ഇതിൽ നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. അത്രയ്ക്ക് സിമ്പിൾ ആയിട്ടുള്ള, വളരെ കൂൾ ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക് ആണിത് കേട്ടോ. നമ്മൾ എല്ലാവരും ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാറുണ്ട് അല്ലെ? നമ്മൾ എല്ലാവരും കളിക്കാറുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കിയേ, കുറെ മക്കള് ഒളിച്ചു കളിക്കുന്നതിനിടയ്ക്ക് പല സ്ഥലത്ത് പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒളിക്കുന്നുണ്ട് അല്ലെ? ഒരാൾ മരത്തിന്റെ പിന്നിൽ ഒളിക്കുന്നവരുണ്ട്, കൂട്ടിൽ കയറി ഒളിക്കുന്നവരുണ്ട്, പാറയുടെ പിറകിലായിട്ട് ഒളിക്കുന്നവരുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്റെ മക്കൾ നോക്കിയേ, തൊട്ടടുത്ത് മിസ് 2 പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. 2 ആളുകളാണ് കേട്ടോ, വ്യത്യസ്തമായിട്ടുള്ള 2 ആളുകൾ. എങ്ങനെയൊക്കെയാണ് ഹൈഡ് ചെയ്യുന്നത്, എവിടെയൊക്കെ പോയിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, ഒളിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരാൾ നോക്കിയേ, ഷെൽഫിന്റെ അകത്ത് കയറിയിരിക്കുകയാണ് കേട്ടോ. ആ ഫുൾ പിക്ചർ നമ്മൾ കൊടുത്തിട്ടില്ല എന്നേ ഉള്ളൂ. ഷെൽഫിന്റെ അകത്ത് പോയിട്ട് അയാൾ എന്ത് ചെയ്തു എന്ന് വിചാരിക്കുക, ഡോറ് ക്ലോസ് ചെയ്തു എന്ന് വിചാരിക്കുക. അടുത്ത ആൾ എന്താ ചെയ്തത്? ഒരു സ്റ്റഡി ടേബിൾ ആണ് കേട്ടോ. ഇത് ഒരു സ്റ്റഡി ടേബിൾ ആണ്. അതിന്റെ അടിയിൽ പോയിട്ട് എന്ത് ചെയ്തു, ഇരുന്നു. ഇത്രയേ ചെയ്തുള്ളേ. ഇതിൽ ആരെയാ നമ്മൾ പെട്ടെന്ന് കണ്ടുപിടിക്കുക? ആരെയാ കണ്ടുപിടിക്കുക? ഷെൽഫിന്റെ അകത്ത് പോയിട്ടുള്ള ആളെ നമുക്ക് എന്തായാലും എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഡോർ ഓപ്പൺ ചെയ്യാതെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അതേസമയം ടേബിളിന്റെ അടിയിൽ പോയിരിക്കുന്ന ആളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റൂലേ? കാരണം എന്താണ്? അയാൾ അയാൾ ശരിക്കും നമ്മൾ നോക്കുന്ന സമയത്ത് അയാളുടെ മുകളിൽ മാത്രമേ എന്ത് വന്നിട്ടുള്ളൂ, ഒരു കവറിങ് അല്ലെ, കാണാൻ പറ്റാത്തതുള്ളൂ. അയാളുടെ സൈഡിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അയാളെ കാണാൻ പറ്റുന്നുണ്ട്. അവിടെ നമുക്ക് വേറെ ഒരു തടസ്സം, ഒരു ബ്ലോക്കും അവിടെ എന്തില്ല, വന്നിട്ടില്ല അല്ലെ? അപ്പൊ ഇവിടെയാണ് നമ്മുടെ ടോപ്പിക് വരുന്നത്. എന്താണ്? നമുക്ക് മെറ്റീരിയൽസിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും കേട്ടോ. ഒബ്ജക്റ്റിനെ നമുക്ക് 3ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതിൽ ഒന്നാമത്തേതാണ് എന്ത്? ട്രാൻസ്പാരന്റ് ഒബ്ജക്റ്റ്. എന്ത് ഒബ്ജക്റ്റ് ആണ്? ട്രാൻസ്പാരന്റ് ഒബ്ജക്റ്റ് കേട്ടോ. ഇവിടെ മിസ് കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കുക. ട്രാൻസ്പെറന്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ മെറ്റീരിയൽസ് ത്രൂ വിച്ച് തിങ്സ് ക്യാൻ ബി സീൻ. എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ പറ്റുമെങ്കിൽ, വസ്തുക്കളെ എന്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ, കാണാൻ പറ്റുമെങ്കിൽ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ട്രാൻസ്പാരന്റ് ഒബ്ജക്റ്റ് എന്ന് വിളിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഒരു വിൻഡോ കണ്ടില്ലേ? ആ വിൻഡോയുടെ പ്രത്യേകത എന്താണ്? ഗ്ലാസ് ആണ് അല്ലെ? ഫുൾ ഗ്ലാസ് ആണ്. ആ ഗ്ലാസിന്റെ പ്രത്യേകത എന്താണ്? നമ്മൾ ഇവിടെ നിന്ന് നോക്കുന്ന സമയത്ത് പുറത്തുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ കാണാൻ പറ്റുമെങ്കിൽ അങ്ങനെയുള്ള വസ്തുക്കളെ നമുക്ക് എന്ത് വിളിക്കാം, ട്രാൻസ്പാരന്റ് ഒബ്ജക്റ്റ് എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ മറ്റൊരു പിക്ചർ മിസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ഡോർ ആണ് അല്ലെ? വുഡിന്റെ ഒരു ഡോർ ആണേ. ആ ഡോറിന്റെ പുറത്ത് നിൽക്കുന്ന ആൾക്ക് അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന ആളെ കാണാൻ കഴിയുമോ? ഒരിക്കലും പറ്റില്ല അല്ലെ? വീഡിയോ കോൾ എങ്ങാനും ചെയ്യേണ്ടി വരും, അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ മെറ്റീരിയൽസ് ത്രൂ വിച്ച് യു ആർ നോട്ട് ഏബിൾ ടു സീ, നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ പറ്റില്ലെങ്കിൽ, അങ്ങനെയുള്ള ഒബ്ജക്റ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഒപ്പാക് ഒബ്ജക്റ്റ് എന്ന് വിളിക്കുന്നത് കേട്ടോ. ഇവിടെ ഒരു കാർഡ്ബോർഡ് കൊടുത്തിട്ടുണ്ട് അല്ലെ? മിസ് നിങ്ങളോട് ചോദിക്കുകയാണെ, കാർഡ്ബോർഡ് ഒക്കെ കവർ ചെയ്തിരിക്കുക എന്ന് വിചാരിക്കുക. കംപ്ലീറ്റ് കവർ ചെയ്ത് ഉള്ളിലുള്ളതൊന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. നിങ്ങളോട് ഇതിനുള്ളിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റുമോ? ഇല്ല, നമുക്കത് എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ പറ്റില്ല അല്ലെ? അപ്പൊ അതിന്റെ അർത്ഥം കാർഡ്ബോർഡ് എന്തിന് എക്സാമ്പിൾ ആണ്? ഒരു ഒപ്പാക് ഒബ്ജക്റ്റിന്റെ എക്സാമ്പിൾ ആണ്. ഇങ്ങനെയാണെങ്കിൽ ചില ഗ്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇവിടെ മിക്സ് കൊടുത്ത പിക്ചർ നിങ്ങൾ ശ്രദ്ധിക്കുക. ആ ഗ്ലാസിന്റെ പ്രത്യേകത എന്താണ്? എന്താ പ്രത്യേകത? നമ്മൾ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണുന്നുണ്ട്. എന്നാൽ നിങ്ങൾ കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കാണുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒബ്ജക്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ട്രാൻസ്ലൂസന്റ് ഒബ്ജക്റ്റ്. എന്താ വിളിക്കുന്നത്? ട്രാൻസ്ലൂസന്റ് ഒബ്ജക്റ്റ്. അതായത് ദ മെറ്റീരിയൽസ് ത്രൂ വിച്ച് ഒബ്ജക്ട്സ് ക്യാൻ ബി സീൻ ബട്ട് നോട്ട് ക്ലിയർലി. എന്താർത്ഥം? ക്ലിയർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒബ്ജക്റ്റിനെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ അങ്ങനെയുള്ളതിനെ നമ്മൾ എന്താ വിളിക്കുക, ട്രാൻസ്ലൂസന്റ് ഒബ്ജക്റ്റ് എന്നാണ് വിളിക്കുന്നത് കേട്ടോ. അപ്പൊ 3 തരം ഒബ്ജക്റ്റുകളാണുള്ളത്: ട്രാൻസ്പെറന്റ് ഒബ്ജക്റ്റ്, ഒപ്പാക് ഒബ്ജക്റ്റ് ആൻഡ് ട്രാൻസ്ലൂസന്റ് ഒബ്ജക്റ്റ്. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ കുറച്ച് എക്സാമ്പിൾസ് കൂടെ നോക്കിയാലോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഇവിടെ അതിന് മുമ്പ് മിച്ചൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലെ? നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ക്ലിയർ ആവാൻ വേണ്ടി കൊടുത്തു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കിയാൽ എന്ത് മനസ്സിലാക്കാൻ പറ്റും ഇതിനകത്തുനിന്ന്? എന്താണ് ട്രാൻസ്പാരന്റ്, എന്താണ് ട്രാൻസ്ലൂസന്റ്, എന്താണ് ഒപ്പാക് എന്നുള്ള കാര്യം
ഒറ്റ നോട്ടത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇവിടെ ഈ വിൻഡോയിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നാച്ചറിനെ പൂർണ്ണമായിട്ടും കാണുന്നുണ്ട്. എന്നാൽ ഇതിൽ വരുന്ന സമയത്ത് നമുക്ക് പൂർണ്ണമായിട്ടും കാണാൻ പറ്റുന്നില്ല. ലാസ്റ്റിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഒട്ടും എന്ത് ചെയ്യുന്നില്ല, കാണുന്നില്ല. അപ്പൊ അതിനനുസരിച്ച് തന്നെയാണ് ആ ക്ലാസിഫിക്കേഷനും എന്ത് ചെയ്യുന്നത്, വരുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ ട്രാൻസ്പാരന്റ് ഒബ്ജക്റ്റിനുള്ള കുറച്ച് എക്സാമ്പിൾസ് നോക്കിയേ നിങ്ങൾ. ഏതൊക്കെ എക്സാമ്പിൾസ്? ഭരണിക്കുപ്പികൾ, നമ്മുടെ ഗ്ലാസിന്റെ ബോട്ടിൽസ് ആണ് കേട്ടോ. ഇതിന്റെ പ്രത്യേകത എന്താണ്, ഉള്ളിലുള്ളത് എന്താന്നുള്ളത് ഫുഡ് ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അത് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. നമ്മുടെ ക്ലിയർ വാട്ടർ, പ്യുവർ ആയിട്ടുള്ള വാട്ടർ, അതായത് പൊല്യൂട്ടഡ് ആയിട്ടുള്ള വാട്ടറിനെയോ അല്ലെങ്കിൽ കളേർഡ് ആയിട്ടുള്ള വാട്ടറിനെയോ ഒന്നും നമുക്ക് ഇതിന്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. പ്യുവർ ആയിട്ടുള്ള, ക്ലീൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ക്ലിയർ ആയിട്ടുള്ള വാട്ടറിനെ നമുക്ക് എന്തിൽ ഉൾപ്പെടുത്താൻ പറ്റും, ട്രാൻസ്പാരന്റ് ഒബ്ജക്റ്റിൽ ഉൾപ്പെടുത്താൻ പറ്റും. നമ്മുടെ ക്ലിയർ ആയിട്ടുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽസ്, അതുപോലെ നമ്മുടെ ലെൻസ് ഇല്ലേ, നമ്മൾ യൂസ് ചെയ്യുന്ന ലെൻസ്, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്, ട്രാൻസ്പാരന്റ് ഒബ്ജക്റ്റിന് എക്സാമ്പിൾ ആണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഒപ്പാക്ക് മെറ്റീരിയൽസിന്റെ എക്സാമ്പിൾസ് നോക്കിയാലോ. നമ്മുടെ ചുറ്റുപാടും നമ്മുടെ സറൗണ്ടിങ്സിൽ കാണുന്ന മിക്കവാറും സാധനങ്ങൾ എന്താന്നാ പറയുന്നത്, ഒപ്പാക്ക് ആണെന്നാണ് കേട്ടോ. ഇവിടെ ഇതാ പ്ലാസ്റ്റിക് ചെയർ കൊടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റിക് ചെയർ തന്നെ വേണമെന്നില്ല, വുഡിന്റെ ചെയർ ആണെങ്കിലും അത് എന്ത് തന്നെയാണ്, ഒപ്പാക്ക് തന്നെയാണ് അല്ലെ. ബാക്കി ഇവിടെ കൊടുത്തിട്ടുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇതിലൂടെ ഇതൊക്കെ നമ്മുടെ മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിനൊക്കെ നമുക്ക് എന്തിന്റെ കൂട്ടത്തിൽ പെടുത്താം, ഒപ്പാക്ക് ഒബ്ജക്റ്റിന്റെ കൂട്ടത്തിൽ പെടുത്താം അല്ലെ. ഈ ട്രാൻസ്ലുസെന്റ് നോക്കിയേ, ബട്ടർ പേപ്പർ. എന്താ ഈ ബട്ടർ പേപ്പർ? നമ്മൾ കേക്ക് ഒക്കെ ബേക്ക് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന സാധനമാണ് അല്ലെ. അപ്പൊ ബട്ടർ പേപ്പർ ആണെങ്കിലും ഇതെന്താണ്, ഗ്ലാസ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഒക്കെ കളർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കാണാറില്ലേ. അപ്പൊ കളേർഡ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് ആണിത്, കളേർഡ് ആയിട്ടുള്ള ഗ്ലാസ് ആണിത്. ഇതിന്റെ പ്രത്യേകതയും എന്ത് തന്നെയാണ്, നമുക്ക് ഫുള്ളായിട്ട് അപ്പുറത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ പറ്റില്ല. എന്നാൽ കുറച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാനും പറ്റും അല്ലെ. ഇനി ഇത് നോക്കിയേ, ഇതെന്താ സംഭവം, സൺഗ്ലാസ് നമുക്ക് അറിയാലോ, ഇത് ട്രാൻസ്പാരന്റ് അല്ലാത്ത, അതായത് കൃത്യമായിട്ട് വ്യൂ കിട്ടാത്തതിനെയാണ് നമ്മൾ എന്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, ട്രാൻസ്ലൂസെന്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ചില ഓഫീസിന്റെ ക്യാബിനിലൊക്കെ ഗ്ലാസ് ഉണ്ടാവും, ഫ്രോസ്റ്റഡ് ഗ്ലാസ് നമ്മൾ പറയാറുണ്ട്. ആ ഒരു ട്രാൻസ്പാരന്റ് അല്ലാത്ത ഗ്ലാസ്, അതും എന്തിന് എക്സാമ്പിൾ ആണ്, ട്രാൻസ്ലൂസെന്റിന് എക്സാമ്പിൾ ആണ് കേട്ടോ. അപ്പൊ എന്റെ മക്കള് ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ, എന്റെ മക്കൾക്ക് ഈ കാര്യങ്ങളൊക്കെ സെറ്റ് ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് അറിയാവുന്ന ട്രാൻസ്പാരന്റ് ഒബ്ജക്ട്, ട്രാൻസ്ലൂസെന്റ് ഒബ്ജക്ട്, ഒപ്പാക്ക് ഒബ്ജക്ട്, ഓരോന്നിനും ഓരോ എക്സാമ്പിൾ വീതം നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക കേട്ടോ. മിസ് നോക്കും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ടോപ്പിക്കുമായിട്ട് മറ്റൊരു ദിവസം കാണാം കേട്ടോ. ഓക്കെ, ബൈ, താങ്ക് യു.